KPSTയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൾ മജീദ് നമ്മളോടൊപ്പം. ശ്രീ അബ്ദുൾ മജീദ്, ഇത് ഈ ഓരോ പരീക്ഷാ കാലങ്ങളിലും ഇങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരാറുണ്ട്. ഇപ്പോൾ ഇതേ ഈ MS സൊല്യൂഷൻസിനെ കുറിച്ച് നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു പരാതിയാണ് ഓണപ്പരീക്ഷ കാലത്ത് ഇതേപോലെ 70% ഓണപ്പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യപേപ്പറിലെ 70% ചോദ്യങ്ങൾ ഈ ഏജൻസി വഴി പുറത്തു വന്നത്. അതിൽ ഇവരുടെ ഇടപെടലുകൾ സംശയാസ്പദമാണ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ നടപടി ഉണ്ടായില്ല. ക്രിസ്മസ് പരീക്ഷയ്ക്കും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. MS സൊല്യൂഷൻസ് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഏതായാലും ഇതിൻ്റെ ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അതിൻ്റെ രഹസ്യ സ്വഭാവം, അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി ഇതൊക്കെ ഇല്ലാതാകുകയും ഈ പൊതു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നട്ടെല്ലൊടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ശരിയായ ഒരു അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? നേരത്തെ ഒരു റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചെങ്കിലും അതിൽ കാര്യമായ അന്വേഷണങ്ങൾ നടന്നില്ല. അധ്യാപകർ തന്നെയാണ് ഈ ചോർച്ചയുടെ ഉറവിടമെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പൂഴ്ത്തിവെക്കാൻ, ഇത് മറവിൽ ഇത് നടന്നോട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? അങ്ങനെയല്ല. ഇത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളുടെ കുട്ടികളുടെ ടേമിനൽ ഇവാലുവേഷൻ്റെ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന SSK ആണ്. അതുപോലെ തന്നെ 9, 10 അതുപോലെ +1, +2 ക്ലാസ്സുകളുടെ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന SCERTയുടെ നേതൃത്വത്തിൽ അതാത് ഡയറ്റുകളിൽ വെച്ചാണ്. ആ ചോദ്യപേപ്പറുകൾ 2 or 3 സെറ്റുകൾ തയ്യാറാക്കി അതിൽ നിന്ന് ഒരു സെറ്റ് സെലക്ട് ചെയ്ത് അത് വളരെ രഹസ്യമായിട്ട് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പ്രസ്സുകൾ, ഗവൺമെൻറ് പ്രസ്സുകളൊക്കെ ഉണ്ടായിട്ടും അത് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രസ്സുകളിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് അതിനെ പാക്കാക്കിയിട്ട് വിവിധ ഏജൻസികൾ വഴിയാണ് സ്കൂളുകളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഇത് ആവർത്തിച്ച് തുടങ്ങിയത് കഴിഞ്ഞ ഈ വർഷത്തെ ഓണപരീക്ഷയോടുകൂടി എന്ന് പറഞ്ഞാൽ പാദവാർഷിക പരീക്ഷയോട് കൂടിയാണ് വ്യാപകമായിട്ട് ഈ പരീക്ഷകൾ മുൻകൂട്ടി തന്നെ ചാനലിൽ തലേ ദിവസം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിലേറ്റവും വലിയ രസകരമായ കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾ പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടിയുടെ കയ്യിൽ ചോദ്യപേപ്പർ ഓൾറെഡി പ്രിൻ്റ് എടുത്തിട്ടാണ് ആ കുട്ടി പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചോദ്യപേപ്പർ എന്ന് പറഞ്ഞാൽ 2 ചോദ്യപേപ്പറും കുട്ടിയുടെ കയ്യിൽ ഒരേ ചോദ്യപേപ്പർ കാണുന്ന ഒരു അവസ്ഥയിൽ വന്നു. ആ ഓണ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പാദവാർഷിക പരീക്ഷാ സമയത്ത് ഇത്തരത്തിലുള്ള ചോർച്ച സംഭവിച്ചപ്പോൾ വിദ്യാഭ്യാസ അധികാരികളോടും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനോടും നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം, മാതൃകാപരമായ ശിക്ഷ നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടക്കാത്തത് കൊണ്ടാണ് അത് വീണ്ടും ഈ അർദ്ധവാർഷിക പരീക്ഷ നടക്കുന്ന ഈ സമയത്തും ഇംഗ്ലീഷ് പരീക്ഷ തലേ ദിവസം തന്നെ പ്രഡിക്റ്റ് ചെയ്യാണ് ഒരു ചാനൽ. നാളെ 100% ഉറപ്പ് എന്ന് പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് ഇതെന്തുകൊണ്ടാണ് ഇതിലെ കുറ്റക്കാരെ കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോകുന്നത്? ഇവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇതിൽ പരിശോധന എന്നുള്ളത് കൊണ്ടാണോ ഇവർ സംരക്ഷിക്കപ്പെടുന്നത്? അതായത് ഇതിലെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ ശൃംഖല മുകൾ ശ്രേണി വരെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ? അങ്ങനെ സംശയിക്കേണ്ടി വരുമെന്ന് ശ്രീ ഷാജിർ ഖാൻ ഇവിടെ പറഞ്ഞു, താങ്കൾ കേട്ടല്ലേ? അല്ല, അത് അങ്ങനെ സംശയിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ആ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഗൗരവത്തിലെടുക്കാതെ ടേമിനൽ ഇവാലുവേഷൻസിന് അത്ര ഗൗരവം കൊടുക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സത്യത്തിൽ ഒരു അന്വേഷണം വരാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് ശ്രീ അബ്ദുൾ മജീദ്? അതായത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന് പഠിച്ച് അവരുടെ പ്രയത്നം മുഴുവൻ കൊണ്ടുവന്ന് അവർ ഏത് ചോദ്യം വരും, ഏത് വരില്ല, പഠിച്ചത് വരുമോ എന്നൊക്കെയുള്ള ആശങ്കയിൽ പരീക്ഷ എഴുതാൻ വരുന്നു. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ 1 or 2 ഈ ട്യൂഷൻ ക്ലാസ്സുകളിൽ പോയി എന്നതിന് കൊണ്ട് അവർക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ കൃത്യമായി അറിയുന്നു, അതുമാത്രം പഠിച്ചു വരുന്നു. ഇത് ഗൗരവമുള്ളൊരു വിഷയമല്ല, അലംഭാവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് എങ്ങനെയാണ് കരുതാൻ പറ്റുക? അല്ല, ആ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ടാണ് ഈ പാദവാർഷിക പരീക്ഷയിൽ വന്ന ഈ വീഴ്ച, അതിൻ്റെ പേരിൽ അന്വേഷണം വരാതിരുന്നത്. ഏതായാലും അർദ്ധവാർഷിക പരീക്ഷയുടെ ഈ വീഴ്ച ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ DGE ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ഈ സ്ഥാപനത്തിന്റെ ഇടപാടുകൾ സംശയകരമാണ് എന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു.
ആ റിപ്പോർട്ടിന്മേൽ എന്തുകൊണ്ട് ഒരു പരിശോധന ഉണ്ടായില്ല, എന്തുകൊണ്ട് ആ പരിശോധനയും അതിനുശേഷമുള്ള തുടർ നടപടികളും ഉണ്ടായില്ല? അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ നാട്ടിൽ നടക്കുന്ന ഒരു ക്രമക്കേടിനെ കുറിച്ച് ഉന്നതരായ ആളുകൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും അത് മേശപ്പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയതിന്റെ ഘട്ടം, ആ സാഹചര്യം എന്താണ്? ആരാണ് അതിന് ഉത്തരവാദി? അല്ല, അതാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് കൊടുവള്ളി AEO ആ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ MS സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ടീമിന് എവിടെ നിന്ന് ഈ ചോദ്യപേപ്പർ കിട്ടി? അവർക്കിത് മുൻകൂട്ടി ലഭിക്കുന്നുണ്ടല്ലോ. അത് SSLC മാത്രമല്ല, അതാണ് രസം. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അവരുടെ യൂട്യൂബ് ചാനലുകളിൽ കൃത്യമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ അവരെ ഇടപെടൽ നടത്തി അവരുടെ റീച്ച് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ട്യൂഷൻ സെൻ്ററുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച എന്നുള്ളതാണ് KPSCക്ക് സൂചിപ്പിക്കാനുള്ളത്.